നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എ ഐയുടെ കാലമാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും എ ഐ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പഠനത്തിനും നമുക്ക് എ ഐ ടൂൾസ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ അറിയാം. ഈവൻ JEE NEET പ്രിപ്പറേഷനിലടക്കം നമുക്ക് എന്ത് ചെയ്യാം, എ ഐ ടൂൾസ് കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് ആ ടൂൾസ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് JEE ആവട്ടെ, NEET ആവട്ടെ, ഇനി വേറെ ഏത് എക്സാമിനേഷൻസ് ആവട്ടെ, ജനറലി നമ്മൾ പഠനത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് എ ഐ ടൂൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഹൗ ടു യൂസ് എ ഐ പ്രോപ്പർലി ഫോർ JEE ഓർ NEET പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ കുട്ടികൾ എ ഐ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ടൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ, കോപ്പി അടിക്കാൻ, മാൽ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ എ ഐ വന്നോട് കൂടിയിട്ട് ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുക, ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്കാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് അടക്കം നമ്മൾ ആ സ്കാനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കിട്ടും. D is the correct answer. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കണ്ട, ആൻസർ ഏതാണെന്ന് ചെക്ക് ചെയ്യേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 4 വെബ്സൈറ്റിൽ പോയിട്ട് ആൻസർ കണ്ടെത്തണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ യൂസ് എ ഐ ആസ് എ മെൻറ്റർ, നോട്ട് ആസ് എ ഷോർട്ട് കട്ട്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അത്തരം പ്രവണതകളുള്ളവരൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മുടെ ലേണിങ്ങിനെയും തിങ്കിങ്ങിനെയും ഒക്കെ ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ലോജിക് ബിഹൈൻഡ് ഈച്ച് സൊല്യൂഷൻ റാദർ ദാൻ ജസ്റ്റ് ഗെറ്റിംഗ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ആ ഒരു ഫൈനൽ ആൻസർ നമ്പർ കിട്ടുന്നതിലല്ല കാര്യം, എങ്ങനെ ആ ആൻസറിലേക്ക് എത്തി, എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ഈ 2 കാര്യങ്ങൾക്കായിരിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബി സ്പെസിഫിക് വെൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് എക്സ്പ്ലെയിൻ തെർമോഡൈനാമിക്സ്. explain the second law of thermodynamics with a JEE level example എന്ന് പറയുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ടുകളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, എഐനോട് ചോദിക്കുക. ഓൾവേസ് ക്രോസ് വെരിഫൈ AI ജനറേറ്റഡ് ആൻസേഴ്സ് വിത്ത് NCERT. എന്തായാലും മിസ്റ്റേക്കുകൾ നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്യാറുണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകൾ AI ഉണ്ടാവാം. കോച്ചിങ് മെറ്റീരിയൽ ഓർ റിലയബിൾ ടെക്സ്റ്റ് ബുക്സ് ടു എൻഷ്യൂർ ആക്യുറസി. യൂസ് AI ഫോർ സ്മാർട്ട് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് അടുത്ത ഒരു മാസം പഠിച്ചു തീർക്കേണ്ട എത്ര ചാപ്റ്റേഴ്സിന്, അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരാൻ എഐനെ കൊണ്ട് പറ്റും. ലെറ്റ് ഇറ്റ് ക്രിയേറ്റ് സ്റ്റഡി പ്ലാൻസ്, അനലൈസ് വീക്ക് ഏരിയാസ്, സജസ്റ്റ് ഡെയിലി ടാർഗറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഐനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ബാലൻസ് AI യൂസേജ് വിത്ത് റിയൽ പ്രോബ്ലം സോൾവിങ് പ്രാക്ടീസ്. എപ്പോഴും നമ്മൾ ഉത്തരം കിട്ടാതാവുമ്പോൾ ഒരു 30 സെക്കൻഡ് ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ നേരെ ChatGPT പോയേക്കാം. ആ ഒരു ടെൻഡൻസി ഉണ്ടാവരുത് ഒരിക്കലും. നമുക്ക് ഡ്യൂറിങ് ദി എക്സാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രയുള്ളൂ, ആക്ച്വൽ എക്സാമിൽ എന്തില്ല, AI ടൂൾസ് ഇല്ല. അപ്പോൾ റിയൽ എക്സാമിൻ്റെ പ്രാക്ടീസ്, അതായത് റിയൽ പ്രോബ്ലം സോൾവിങ് പ്രാക്ടീസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കംസ് ഫ്രം സ്റ്റഡിങ് ആക്റ്റീവ്ലി, നോട്ട് പാസീവ്ലി റിലൈങ് ഓൺ ഓട്ടോമേഷൻ. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം, കഷ്ടപ്പെട്ടിട്ട് തന്നെ പ്രോബ്ലത്തിൽ ആൻസറിലേക്ക് എത്താൻ കഴിയണം. AI ഈസ് യുവർ അസിസ്റ്റൻറ്റ്, നോട്ട് യുവർ റിപ്ലേസ്മെൻറ്റ്. യൂസ് ഇറ്റ് ടു യുവർ സ്ട്രെങ്തൻ യുവർ പ്രിപ്പറേഷൻ, നോട്ട് ടു എസ്കേപ്പ് ഹാർഡ് വർക്ക്. അപ്പോൾ ഹാർഡ് വർക്ക് അതിന് റിപ്ലേസ്മെൻ്റ് അല്ല AI എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. ഇനി ടൂൾസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ, GPAI എന്ന് പറയുന്നത് സോൾവിങ് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വിത്ത് ആക്യുറസി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. അപ്പോൾ നമുക്ക് ChatGPT ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാറുണ്ട്, പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വിത്ത് ഫിഗർ എല്ലാം കൂടെ വരുന്നത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടില്ല, ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാറുണ്ട്. അപ്പം ഇത് അപ്ലോഡ് യുവർ ടെസ്റ്റ് പേപ്പേഴ്സ് ഓർ ഫോട്ടോ ഓഫ് എ ക്വസ്റ്റ്യൻ, ഗെറ്റ് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ. ട്രീറ്റ് GPAI ലൈക്ക് യുവർ പേഴ്സണൽ AI ഡൗട്ട് സോൾവർ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമുക്കറിയാം GPAI എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലപ്പോഴും വേണ്ടി വരാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സിനെ ഡൗട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ടീച്ചേഴ്സിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു ഗൈഡൻസ് അല്ലേ, ഒരു വോയിസ് ആയിട്ട് തന്നെ നമുക്കൊരു മറുപടി കിട്ടുമ്പോൾ കിട്ടുന്നൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇപ്പോൾ ആസ് ഓഫ് നോ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആക്കാൻ ഈ ഒരു ടൂൾ കൊണ്ട് കഴിയും. നോട്ട്ബുക്ക് LLM എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി നമ്മുടെ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്രിയേറ്റിംഗ് സമ്മറീസ് ആൻഡ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. അപ്ലോഡ് യുവർ കെമിസ്ട്രി ഓർ ഫിസിക്സ് നോട്ട്സ്, അല്ലെങ്കിൽ NCERT PDF അപ്ലോഡ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദിസ് ചാപ്റ്റർ ഇൻ സിമ്പിൾ ടേംസ്, ഗിവ് മി എ 1 പേജ് സമ്മറി തുടങ്ങിയിട്ടുള്ള വളരെ ഷോർട്ടായിട്ട് സമ്മറീസ് കിട്ടാനും, അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാം, മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൂഗിളിൻ്റെ പുതിയ ടൂൾ വന്നിട്ടുള്ളത്. നോട്ട്ബുക്ക് LLM ഈസ് ലൈക്ക് യുവർ നോട്ട്സ് കമ്മിങ് ടു ലൈഫ്, യു ക്യാൻ ചാറ്റ് ആൻഡ് എൻഗേജ് വിത്ത് യുവർ നോട്ട്സ്. അപ്പോൾ ആ നോട്ടിൽ നിങ്ങൾക്ക് വേണ്ട എഡിറ്റുകളൊക്കെ വരുത്താം. പലപ്പോഴും അപ്പോൾ ഒരു 1 ഷോട്ട് വീഡിയോസിനൊക്കെ പകരം ഒരുപാട് ആളുകൾ ഇതുപോലത്തെ ഒരു സമ്മറി ഓരോ ചാപ്റ്ററിൻ്റെയും വേണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് വൂൾഫ്രം ആൽഫ എന്ന് പറയുന്ന ടൂളാണ്. സോൾവിങ് ഇക്വേഷൻസ്, ഇൻറ്റഗ്രേഷൻ, ഗ്രാഫിംഗ് ആൻഡ് വെരിഫൈങ് ആൻസേഴ്സ്. സോ മാത്തമാറ്റിക്സിന് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്ന ടൂളാണ്. ടൈപ്പ് ഓർ അപ്ലോഡ് എനി ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടും, അതിൻ്റെ ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ അത് വിഷ്വലി നമുക്ക് കിട്ടുന്നതാണ്. സോ ഇറ്റ്സ് യുവർ AI കാൽക്കുലേറ്റർ ദാറ്റ് ആക്ച്വലി ടീച്ചേഴ്സ് യു ദ കോൺസെപ്റ്റ്, നോട്ട് ജസ്റ്റ് ദി നമ്പർ. അപ്പോൾ ഒരു ഇക്വേഷൻ ആവട്ടെ, അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ്, അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അടിപൊളി ടൂളാണിത്. നാലാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ ChatGPT ആണ്.
കോൺസെപ്റ്റ് ഡൗട്ടുകൾ ചോദിക്കാം, സ്ട്രാറ്റജി മേക്കിങ്ങിനോ സ്റ്റഡി പ്ലാനുകൾക്കോ ജനറലി ഏത് ടൈപ്പ് ഓഫ് ഡൗട്ടുകൾ നമുക്ക് ChatGPT യോട് ചോദിക്കാം. മേക്ക് മീ എ 14-day JEE ഫിസിക്സ് റിവിഷൻ പ്ലാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ തരും. പക്ഷേ ആ പ്ലാൻ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. പലപ്പോഴും ഞാൻ കാണാറുള്ളത് ആ പ്ലാനിൽ ചില ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു എന്ത് വേണം, ഒരു സൂപ്പർവിഷൻ ആ റിസൾട്ടുകളിൽ വേണം. എല്ലാം കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പേസ്റ്റ് യുവർ മോക്ക് ടെസ്റ്റ് മാർക്ക്, ഗെറ്റ് എൻ AI അനാലിസിസ് ഓഫ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളൊരു എക്സാം എഴുതി, എത്ര കുട്ടികൾ എഴുതി, അതിൽ ടോപ്പറുടെ മാർക്ക് എത്രയാണ്, ആവറേജ് എത്രയാണ്, നിങ്ങളുടെ എത്രയാണ്, ഈ ഡാറ്റ ഒക്കെ ChatGPT കൊടുത്താൽ നിങ്ങളുടെ ഒരു പൊസിഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. ഇഫ് യു ആർ ഫീലിംഗ് ലോസ്റ്റ്, GPT ഈസ് ലൈക്ക് ഹാവിങ് എ 24/7 സപ്പോർട്ടീവ് മെൻറ്റർ. അഞ്ചാമത്തത് 85 എന്ന് പറയുന്നതാണ്. ഒക്കെ പുതിയതായിട്ടുള്ള ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ടൂളുകളാണ്. സമ്മറൈസിങ് ലോങ് യൂട്യൂബ് ലെക്ചർ ഇൻ സെക്കൻഡ്സ്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ മുഴുവൻ ലിങ്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി നമുക്ക് കിട്ടും. ഇൻസ്റ്റാൾ 85 എക്സ്റ്റൻഷൻ ഇൻ ബ്രൗസർ, ഓപ്പൺ എനി യൂട്യൂബ് ലെക്ചർ, ക്ലിക്ക് സമ്മറൈസ്, ഗെറ്റ് ദ കീ പോയിന്റ്സ് ആൻഡ് ഫോർമുല ഇൻ അണ്ടർ 10 seconds. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറിന് പകരം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ 2 മണിക്കൂറിൻ്റെ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, ഒരു വൺ ഷോട്ട് ഉണ്ട്. ആ വൺ ഷോട്ടിൻ്റെ വൺ ഷോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന ടൂളാണിത്. ദിസ് ടൂൾ സേവ്സ് ഹവേഴ്സ്, അണ്ടർസ്റ്റാൻഡ് 2 hour lectures in 20 minutes. ഓക്കെ. ആൻഡ് പെർപ്ലക്സിറ്റി AI നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്. അണ്ടർസ്റ്റാൻഡിങ് ട്രിക്കി തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് അത് യൂസ് ചെയ്യാം. ഇനോർഗാനിക് ആയിട്ടുള്ളതിനും മോഡേൺ ഫിസിക്സിലൊക്കെ. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഇൻ സിമ്പിൾ വേർഡ്സ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ ChatGPT പോലെ തന്നെ യൂസ് ചെയ്യാം. എന്ന് മാത്രമല്ല പെർപ്ലക്സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ്, നമ്മുടെ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റ്സ് റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സമ്മറി നൽകുമെന്നുള്ളതാണ് പെർപ്ലക്സിറ്റിയുടെ ഒരു പ്രത്യേകത. ഇറ്റ് ഓൾസോ ഗിവ്സ് വെരിഫൈഡ് സോഴ്സസ്, യു ക്യാൻ ട്രസ്റ്റ് ദി ആൻസർ എന്നുള്ളതാണ് പ്രത്യേകത. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന JEEയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എക്സാം ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഡിഫറെൻറ്റ് കോളേജുകൾ, ഡിഫറെൻറ്റ് കോഴ്സുകളെ കുറിച്ചുള്ള റിസർച്ചൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ടൂള്. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഗൂഗിൾ ബട്ട് ബെറ്റർ. സോ ബേസിക്കലി നമ്മൾ ഗൂഗിൾ ചെയ്ത് 5 വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിലെ ഡാറ്റ മുഴുവൻ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പകരം 5-10 വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പറഞ്ഞു തരാൻ അതിൽ പെർപ്ലക്സിറ്റി ഈവൻ ChatGPTയേക്കാൾ എന്താണ് ബെറ്റർ ആണ്. ഇനി മാത്പിക്സ് ഉണ്ട്. മാത്പിക്സ് സോൾവിങ് ഹാൻഡ് റിട്ടൺ ഓർ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ഇൻസ്റ്റന്റ്ലി. സ്നാപ്പ് എ ഫോട്ടോ ഓഫ് യുവർ ക്വസ്റ്റ്യൻ, മാത്പിക്സ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു എഡിറ്റബിൾ ലേറ്റക്. അപ്പോൾ ലേറ്റക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ, മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു പ്രിൻ്റ് ചെയ്ത് വരുന്ന രൂപത്തിൽ, ടൈപ്പ് ചെയ്ത രൂപത്തിലുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാനും, അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയത് ഹാൻഡ് റിട്ടൺ സംഭവം ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ പറ്റുന്ന ടൂളാണ് മാത്പിക്സ് എന്ന് പറയുന്നത്. നോ നീഡ് ടു ടൈപ്പ് ഇക്വേഷൻസ്, ജസ്റ്റ് സ്നാപ്പ് ആൻഡ് സോൾവ്. അതുപോലെ മൈൻഡ് ഗ്രാസ്പ് AI ചെയ്യുന്നത് എന്താണ്, സമ്മറൈസിങ് ടെക്സ്റ്റ് ബുക്ക് PDF നോട്ട്സ് ഇൻ ടു ഷോർട്ട് കീ പോയിന്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞൊരു ടൂൾ പോലെ തന്നെ, നോട്ട്ബുക്ക് എല്ലാം പോലെ തന്നെ മറ്റൊരു ടൂളാണിത്. അപ്ലോഡ് യുവർ NCERT PDF ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇനോർഗാനിക്കിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് എലമെന്റ്സ് നിങ്ങൾക്ക് വായിക്കാൻ വയ്യ. അപ്പോൾ അതെങ്ങനെ പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിൻ്റെ PDF മാത്രം അപ്ലോഡ് ചെയ്ത് നോക്കുക. കിട്ടുന്ന സമ്മറി എന്താണെന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. യൂസ് ദ സമ്മറി ഫോർ 10 minute ലാസ്റ്റ് ഡേ റിവിഷൻ. അപ്പോൾ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിൽ നമുക്ക് ഇനോർഗാനിക് റിവൈസ് ചെയ്യാൻ, തിയറി പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൂളുകൾ ഉപയോഗിക്കാവുന്നതാണ്. മൈൻഗ്രാഫ്റ്റ് ടേൺസ് 50 pages ഓഫ് ഫിസിക്സ് ഇൻ ടു 1 page ഫോർമുല ഷീറ്റാക്കി മാറ്റും. ഇനി സോക്രട്ടിക് എന്ന് പറയുന്ന UI-ൻ്റെ AI ടൂളുണ്ട്. ക്രിയേറ്റിംഗ് കസ്റ്റം ടെസ്റ്റ് ആൻഡ് പ്രാക്ടീസിങ് MCQs. പേസ്റ്റ് എനി ചാപ്റ്റർ നോട്ട്സ്, ജനറേറ്റ് 10 JEE സ്റ്റൈൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് എത്രത്തോളം ആക്ച്വലി ഒരു JEE PYക്ക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനോർഗാനിക്കിനൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 10 ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ PDF-നെ ബേസ് ചെയ്തുകൊണ്ട്, ആ ചാപ്റ്ററിൻ്റെ PDF-നെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരാം. യു ക്യാൻ ഓൾസോ സ്കാൻ എ ക്വസ്റ്റ്യൻ ഫോർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ. അതുകൊണ്ട് ദിസ് ഈസ് യുവർ പേഴ്സണൽ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റർ. ഓക്കെ, നെവർ റൺ ഔട്ട് ഓഫ് പ്രാക്ടീസ് അഗൈൻ. അപ്പോൾ എക്സാക്ട്ലി ചിലപ്പം PYQൻ്റെ കളക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ വെരിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ആവില്ല. അപ്പോൾ തോന്നുന്നത് അങ്ങ് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. പക്ഷേ ഓവർ ദ ടൈം മേ ബി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ ആവാൻ സാധ്യതയുണ്ട്. ഹൗ ടു യൂസ് ദം ടുഗദർ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളും സൊല്യൂഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് GPy യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യാം. നോട്ടുകൾക്കും സമ്മറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നോട്ട്ബുക്ക് LLM-ഉം അല്ലെങ്കിൽ മൈൻഡ് ഗ്രാഫ്സ് ഉപയോഗിക്കാം. ന്യൂമറിക്കൽസിൽ, മാത്തമാറ്റിക്സിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വോൾഫ്രാമോ മാത്പിക്സോ ഉപയോഗിക്കാം. ലെക്ചേഴ്സ് ആൻഡ് ലേണിംഗ് അത് ഈസി ആക്കാൻ 85 അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി ഉപയോഗിക്കാം. സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഗെയിൻ ChatGPT അല്ലെങ്കിൽ ഈവൻ നോഷൻ AI വരെ യൂസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാനും ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോക്രാറ്റിക്കിൻ്റെ കൂടെ തന്നെ ക്വിസ് ഗെക്കോ എന്ന് പറയുന്ന AI ടൂളും കൂടെ അവൈലബിൾ ആണ്. സോ വെൻ ദീസ് ടൂൾസ് ആർ യൂസ്ഡ് എഫക്റ്റീവ്ലി ടുഗദർ, നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ബിക്കംസ് ആസ് എഫിഷ്യൻറ്റ് ആസ് പോസിബിൾ. അപ്പോൾ നമുക്ക് ഈ ഡിവൈസുകളും ഈ ടൂളുകളും ഇൻ്റർനെറ്റൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം നമ്മുടെ സ്ക്രോളിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം മുഴുവൻ വേസ്റ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഇത് ഉപയോഗിക്കാം.
ഇത് ഉപയോഗിക്കണം എന്ന പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഡിവൈസ് വാങ്ങി അവിടെ അതിൽ സിനിമ കണ്ട് ഗെയിം കളിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാണ്. ആൻഡ് പ്രിപ്പറേഷൻ ബിക്കംസ് ആസ് എഫിഷ്യൻറ്റ് ആസ് ഹാവിങ് എ ടീം ഓഫ് എക്സ്പേർട്ട് AI ട്യൂട്ടേഴ്സ് സപ്പോർട്ടിങ് യു. ഈ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ടീച്ചറുടെ സൊല്യൂഷൻ, റിപ്ലൈ, മറുപടി അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു 3 സബ്ജക്റ്റും അറിയുന്ന, അതും അഡ്വാൻസ് ലെവൽ വരെ അറിയുന്ന 3 സബ്ജക്റ്റും അറിയുന്ന ഒരു ടീച്ചർ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആക്ച്വലി ഹെൽപ്ഫുൾ ആവാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ആർക്ക് കൊടുത്തു, ChatGPT കൊടുത്തു, അതിൻ്റെ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ പറയാണ് ആ സൊല്യൂഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഫോമിൽ എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന AI ടൂളുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാം. ഇതെല്ലാം കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഴ്ച വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ChatGPTയും പെർപ്ലക്സിറ്റിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് താഴെ പറയാം. ഇനി ഇതല്ലാത്ത വേറെ AI ടൂൾസ് പഠനത്തിന് വേണ്ടി നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ബാക്കി കുട്ടികളും കൂടെ യൂസ് ചെയ്തോട്ടെ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. JEEക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. XNY ലേണിംഗ് നടത്തുന്ന ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് താഴെയുണ്ട്. JEE Sprint എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.